ഇടത്തരം ചെമ്മീനാണ് കിട്ടിയിരിക്കുന്നത്. തീരെ ചെറുതല്ല, കുറച്ച് വലുതുമല്ല. അപ്പോൾ ഞാൻ നാടൻ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെമ്മീൻ നന്നായി കഴുകി വൃത്തിയാക്കി അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇങ്ങനെയുള്ള അതിൻ്റെ കുടൽ കളയണം, അല്ലെങ്കിൽ വയറുവേദന വരുന്നതാണ് പറയുക. അപ്പോൾ ചില ചെറിയ ചെമ്മീനുകളുടെ കുടലൊക്കെ ഇങ്ങനെ നീളത്തിൽ വെളുത്തായിരിക്കും. ചിലത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, കറുത്ത കളറിൽ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ നടുക്ക് ഇങ്ങനെ കീറി ആ കറുത്ത കളറിലുള്ള നാരെടുത്ത് കളയണം. അതെടുത്ത് കളഞ്ഞാൽ വയറിന് കേട് വരില്ല എന്നാണ് പറയുക. അപ്പം ഞാൻ എപ്പോഴും അതേ ചെമ്മീൻ നന്നാക്കുമ്പോൾ ഈ കറുത്ത നാരെടുത്ത് കളഞ്ഞിട്ടാണ് ചെമ്മീൻ കറി വയ്ക്കാറുള്ളൂ. അത് പ്രത്യേകം ചില ചെറിയ ചെമ്മീനുകളിൽ നോക്കിയാൽ കാണാൻ കണ്ട കറുത്ത നേരിയ ഒരു നാര് പോലെ അതിൻ്റെ കുടലാണ്. അപ്പോൾ അതിനകത്താണ് എല്ലാ വേസ്റ്റും ഉണ്ടാവുക. പെട്ടെന്ന് വയറിന് നമുക്ക് കേടുവരുന്നു. അപ്പോൾ അത് കളഞ്ഞിട്ടാണ് എപ്പോഴും കറി വയ്ക്കാറ്. ഹോട്ടലുകളിൽ നിന്ന് കിട്ടുമ്പോഴൊന്നും അവർ കളയില്ല. നമ്മൾ വീട്ടിലാകുമ്പോൾ അത് പ്രത്യേകം എടുത്ത് കളഞ്ഞ് കറി വയ്ക്കും. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ മിക്സിയിൽ അരച്ച് വയ്ക്കുകയാണ് ചെയ്യുക. പിന്നെ സബോള നന്നായിട്ട് വഴറ്റണം. കഴുകിയെടുത്ത ചെമ്മീൻ ഉപ്പും മഞ്ഞളും മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ച് വയ്ക്കും. ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് സബോള ഇടും. ചെറിയ ഉള്ളിയാണെങ്കിൽ ഏറ്റവും ടേസ്റ്റ് ചെറിയ ഉള്ളിയാണ്. ഞാൻ പക്ഷേ എളുപ്പത്തിന് സബോളയാണ് എടുത്തിരിക്കുന്നത്. വലിയ ഉള്ളി എടുത്ത് സബോള എടുത്ത് കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇട്ട് നന്നായി വഴറ്റി എടുക്കാം. വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ചെമ്മീൻ മുളകും ഉപ്പൊക്കെ പുരട്ടി വെച്ചത്. ഇപ്പോൾ പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്, അതും കൂടി വഴറ്റി കുറച്ച് കറിവേപ്പില ഇട്ട്, നമ്മുടെ വീട്ടിൽ തന്നെ കറിവേപ്പിലയാണ്, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കറിവേപ്പില ഇടുമ്പോൾ ടേസ്റ്റ് കൂടും. ഇഞ്ചി വെളുത്തുള്ളിയും മിക്സിയിൽ അടിച്ചതെടുത്ത് നന്നായി വഴറ്റി വഴന്ന് വന്നു കഴിഞ്ഞാൽ പൊടികൾ ചേർക്കണം. കുറച്ച് മുളക് പൊടി നമ്മൾ നേരത്തെ പരട്ടി വെച്ചിട്ടുണ്ട്, അതുകൂടാതെ 1 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ 2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇടും. വേറെ അധികം മസാലകളൊന്നും ചേർക്കില്ല. പിന്നെ നമ്മൾ ഇതിനകത്ത് സാധാരണ കുടപ്പുളിയാണ് ഇടുക. ഞാൻ കുടപ്പുളിക്ക് പകരം കുറച്ച് വിനാഗിരി, അതായത് നമ്മുടെ ചൊറുക്ക, 1 സ്പൂൺ ചൊറുക്ക ഒഴിക്കും. പിന്നെ തക്കാളി ഇടാം നമുക്ക്. ഞാനിവിടെ സോസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോസ് ഇട്ട് കറിവേപ്പിലയും കുറച്ചും കൂടി ഇട്ട് നന്നായി പാകത്തിന് വെള്ളമൊഴിച്ച് നന്നായി വറ്റിച്ചെടുക്കാം. അങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുന്ന പാകമാകുമ്പോൾ നമുക്കതിനകത്തേക്ക് മീനിടാം, അതായത് ചെമ്മീനിടാം. ചെമ്മീൻ അധികം വേവിക്കാൻ പാടില്ല. അധികം വേവിച്ച് കഴിഞ്ഞാൽ അത് സ്റ്റിഫായി പോവും. അപ്പോൾ പാകത്തിന് വേവേ പാടുള്ളൂ, പെട്ടെന്ന് വെന്ത് കിട്ടും. ചെമ്മീൻ ഉപ്പും മഞ്ഞളും മുളക് പൊടിയും പുരട്ടി വെച്ചത് അതിനകത്തേക്ക് ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഞാൻ തുറന്ന് വെച്ച് തന്നെ, അടച്ചു വെച്ച് വേണമെങ്കിൽ വേവിക്കാം, പക്ഷേ ഞാൻ തുറന്ന് വെച്ച് തന്നെ വേവിക്കും, വെള്ളം നന്നായി വലിഞ്ഞ് കിട്ടാനായിട്ട്. അങ്ങനെ വീണ്ടും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് വെന്ത് വരുമ്പോൾ അതിനകത്തേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കും. വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി തുറന്ന് വെച്ച് വെള്ളം വലിച്ചെടുത്ത് വേവിച്ചെടുക്കാം. വെന്ത് വരുമ്പോൾ നമുക്കറിയാം എണ്ണ വേറെ തെളിഞ്ഞ് ഇതുപോലെ വരും. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടി, എരിവ് പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി അതിനകത്ത് ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. അങ്ങനെ നമ്മുടെ നാടൻ ചെമ്മീൻ റോസ്റ്റ് തയ്യാറാണ്. ചെമ്മീൻ്റെ നല്ല ടേസ്റ്റ് ഇതിൽ നിന്ന് നമുക്കറിയാൻ പറ്റും. ആദ്യമായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന നാടൻ ചെമ്മീൻ റോസ്റ്റാണിത്. ഇങ്ങനെ വരണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ചെമ്മീൻ റോസ്റ്റ് റെഡി. താങ്ക് യു.